ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? നീ എന്താ ഈ താളിക്കല്ലിമ്പര് തവള കയറിയിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കണ? എന്തേ ക്ലീറ്റ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലാന്ന്. അതിനെന്താ അങ്ങോട്ട് വരും? വരും. എത്ര നേരമായിട്ട് എന്താ വരാത്ത? എപ്പോ പോയതോ ക്ലീറ്റോ? എടി അവന്റെ നാടല്ലേ, അവൻ പുറത്തിറങ്ങിയപ്പോ ഏതെങ്കിലും കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവും. അമ്മാവ ക്ലീറ്റോന് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല അമ്മാവ. പരിചയല്ലേ അവന്റെ നാട്ടിലോ? എടി ഇപ്പൊ നീ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നാ മതി, ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിട്ടതല്ലേ. അതിന് ഫോൺ വിളിച്ചാൽ എടുത്താലെന്താ? എന്തൊരു നേരമെന്നറിയോ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. എടി അത് എന്നോട് പിണങ്ങി പോയതല്ലേ, ഇപ്പൊ ഒരു കാരണം കൂടിയായി. പിന്നെ പിണങ്ങി പോണത് ആദ്യല്ലേ? നീ പേടിക്കണ്ട, അവൻ വല്ല കള്ള് ഷാപ്പിലോ അല്ലെങ്കിൽ ബാറിലോ ഉണ്ടാവും. ഇവിടെ വന്നിട്ടും കൂടി തുടങ്ങിയോ? ഒന്ന് പോയി തിരക്കമ്മാവാ. എടി എനിക്ക് ഇവിടുത്തെ കള്ള് ഷാപ്പൊന്നും അറിയില്ല, സത്യം. ഞാൻ ബാറിൽ പോയി തിരക്കാനല്ല പറഞ്ഞത്. എനിക്ക് ഒരാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല കേട്ടോ, ഈ നാട്ടിലും ഇല്ല വീട്ടിലും ഇല്ല. എടി ഞാൻ എങ്ങനെ പോയി അന്വേഷിക്കാ? ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയാൽ തന്നെ എന്താ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടെ? വീട് മാറി കയറിയിട്ട് മനുഷ്യനെ ഞാൻ കൊല്ലും. എന്തൊരു നേരം ഫോൺ ചെയ്ത് വിളിക്കോ ഞാൻ? ആ ഫോൺ ഞാൻ ഇച്ചിരി തിരക്കിലായി പിടിച്ചേ. എന്താ കവറൊക്കെ ആയിട്ട്? ഇതാരെന്നറിയാമോ? നമ്മുടെ സിസ്ലി ചേച്ചിയുടെ ചെറുകുട്ടിയാ, ജോണി. ജോണി നീ എന്താ ഓട്ടോ വിളിച്ചിട്ട്? അല്ല, ഞാൻ ഓട്ടോയിൽ ഇതിന് വന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാ ഞാൻ ഓട്ടോ പറഞ്ഞ. വേണ്ട ബാക്കിയുണ്ട. ആ കേട്ടോ, ഞാൻ വിളിച്ചോളാം കേട്ടാ. ഓക്കെ. അത് പൊട്ടി താഴെ വീടരുത്. ആലീസ് നിന്റെ ഡാഡി ഉണ്ടോ? ഡാഡി ഉണ്ടായാലും വിളിച്ചിരുത്തി ആട്ട് പൊട്ടി താഴെ. അവള് പറഞ്ഞാൽ ഉത്തരം പറ. നീ അവിടെ ഇത്ര നേരം ഞാൻ ഗൾഫിൽ ദുബായിലൊന്നും അല്ലല്ലോ പോയത്. ഫോൺ എടുത്താലെന്താന്ന്? ഫോൺ എടുക്കാൻ ഞാൻ ഇത്തിരി തിരക്കുള്ള സാഹചര്യങ്ങളിലായിരുന്നു, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. മന്ത്രിയല്ലേ തിരക്കാവാനായിട്ട്? അല്ലല്ല, അവനെ നിന്റെ ഉപദേശം കേട്ട ഉത്തരവാദിത്തം കൂടി ഉണ്ടാവും. എന്നിട്ട് പോയ വഴിക്ക് ജോലി കിട്ടിയോ? സാധനം കണ്ടല്ലോ. എടി, ഇത് പച്ചക്കറി കടയിൽ കാശ് കൊടുത്ത് മേടിച്ചത്. പൈസ കൊടുത്ത് മേടിച്ചു. എങ്ങനെ, എവിടുന്ന് കിട്ടി? അമ്മാവാ, ഈ ക്ലീറ്റോ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിട്ട് ഒന്ന് മൂളിയാ ഒരുപാട് പേര് പൈസ മുടക്കാൻ തയ്യാറായി നിൽക്കുക. അതിന്റെ ഭാഗമായിട്ടാണെന്ന് കൂട്ടിക്കോ. എന്നാലും നീ തെളിച്ചു പറ. ചുമ്മാ എന്ത് ചോദിച്ചിട്ട് അവരൊന്നും പറയണില്ലല്ലോ അത് എവിടുന്നാന്നൊന്നും. നിങ്ങൾ എന്താണ് ഇത് എസ് ഐ സർക്കിളും പ്രതി ഇടവും പോലെ നിന്ന് ചോദ്യം ചെയ്യും പോലെ? എന്റെ ജന്മനാട്ടിൽ എനിക്ക് എവിടെ പോകൂടാ? നീ ആ ഫോൺ എന്തിനുകൊണ്ട് നടക്കണേനൊക്കെ? എത്ര നേരമായി ആ പെണ്ണ് വിളിക്കണേന്ന് അറിയാമോ? എന്റെ ഭാര്യയല്ലേ, അവക്കറിയാം. ഞാൻ വിളിച്ച തിരക്കാണെങ്കിൽ എടുക്കില്ല എന്ന് അവക്കറിയാം. ഞാൻ വേറെ കുറെ തിരക്കട്ട പരിപാടിയിലാണ്. ഇത് കൊണ്ടുപോയി നിന്റെ കെട്ടിയാണ് നീ കാഴ്ച വെക്കണം. ഇത് കേട്ടാ, കണ്ണ് നിറയെ കാണട്ടെ. അവൻ തിന്നണേന് കണക്ക് പറഞ്ഞേക്കണം. എന്തൊക്കെ ഉണ്ടെന്നല്ല നീ എഴുതി വെച്ചിട്ട് വേവിച്ചാ മതി. ആഹാരം കഴിക്കണേന് കണക്ക് പറയണം. ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ കളഞ്ഞു കിട്ടിയടി, കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുപോയി. തമാശ പറയല്ലേ? തമാശ. കൊണ്ട് വേവിക്ക് പോ. എന്തായാലും നന്നായി. പയറ് തോരൻ വെക്കാനാണ് കേട്ടോ. എന്താ പ്രശ്നം? ആർക്ക് പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? അമ്മാവാ, ഞാൻ പോയി എന്റെ കുറെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. എന്തിനാ പൈസ? എന്തിനാണ് ചെലവാക്കാൻ? ആവശ്യങ്ങൾ ഉണ്ടാവൂലേ, ചെലവാക്കിയോ? അല്ല, നീ ഇപ്പൊ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇത്ര നേരത്തിന്റെ ഉള്ളിൽ എങ്ങനെയാ ചോദിക്കണേ? ഞാൻ എവളുടെ സ്ഥലമായ തിരുവനന്തപുരത്ത് ക്ലീറ്റോയ്ക്ക് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, പിന്നെയാണ് ജന്മനാട്ടില് പൈസക്ക് ബുദ്ധിമുട്ട്. എന്ത് ജന്മനാടായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ കാശ് കൊണ്ടുവരാൻ അവിടെ നോട്ട് കഴിക്കണ മരമൊന്നും ഇല്ലല്ലോ. പാലായിൽ അങ്ങനെ ഒരു മരമുണ്ട്, പക്ഷെ അതിവിടെ ആർക്കും അറിഞ്ഞൂടാ. ക്ലീറ്റോയ്ക്ക് മാത്രമേ അറിയാവൂ. ക്ലീറ്റോ ആ മരത്തിൽ നിന്നുള്ള മുഴുവനും പറിച്ചോണ്ടെന്നാണല്ലോ ഇവിടെ പൈസ കൊണ്ടങ്ങ് നിറയും. ഇത് 500 രൂപയുണ്ട്. ഓ, കുറഞ്ഞു പോയല്ലേ? എന്നാ ഈ 500 കൂടെ വെച്ചോ, ഇരിക്കട്ടെ. എടി, ചൂടുവെള്ളമുണ്ടോ? കുടിക്കാനല്ല, കുളിക്കാനാ. ഇതിനൊന്ന് ചൂടാക്കിയെടുത്തേ പോയേ. ചൂടുവെള്ളത്തിൽ വന്നത് കുളിക്കാൻ ചുമ്മാ രസം, ഒരു കമ്പനിക്ക്. എവിടുന്ന് അവൻ എത്ര പെട്ടെന്ന്? ടീച്ചറത് പുതിയ നോട്ടാവുകൊണ്ട് ഇപ്പൊ കള്ള നോട്ടാണോ നല്ല നോട്ടാണോന്നും കൂടി തിരിച്ചറിയില്ലോ. എന്തായാലും നന്നായാ മതി. Alien versus Alien.